നമസ്കാരം, ഞാൻ ഉന്മേഷ് ശിവരാമൻ. ഇന്ന് സംഭവിച്ചതിലേക്ക്. പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ പുതിയ വൈസ് ചാൻസലർ ഡോക്ടർ PC ശശീന്ദ്രൻ രാജി നൽകി. വ്യക്തിപരമായ കാരണങ്ങളാൽ രാജിവെക്കുന്നു എന്നാണ് വിശദീകരണം. JS സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് മുൻ VC MR ശശീന്ദ്രനാഥിനെ മാറ്റിയ ശേഷമാണ് ചുമതല നൽകിയിരുന്നത്. വെറ്റിനറി സർവകലാശാലയിലെ റിട്ടയേർഡ് അധ്യാപകനാണ്. JS സിദ്ധാർത്ഥന്റെ മരണത്തിൽ 33 വിദ്യാർത്ഥികളുടെ സസ്പെൻഷൻ പിൻവലിച്ച പൂക്കോട് വെറ്റിനറി സർവകലാശാലയുടെ നടപടി റദ്ദാക്കാൻ ഗവർണർ നിർദ്ദേശം നൽകിയിരുന്നു. സസ്പെൻഷൻ പിൻവലിച്ചുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടും ചാൻസലർ കൂടിയായി ഗവർണർ VCയോട് ആവശ്യപ്പെട്ടിരുന്നു. അതേസമയം JS സിദ്ധാർത്ഥന്റെ പിതാവ് ജയപ്രകാശ് രാജ്ഭവനിലെത്തി ഗവർണറെ കണ്ടു. അന്വേഷണം വൈകുകയാണെന്നും നിലവിലെ അന്വേഷണത്തിൽ ആശങ്കയുണ്ടെന്നും പിതാവ് ഗവർണറെ അറിയിച്ചു. 33 സസ്പെൻഡ് വരെ ഒരു കാരണവുമില്ലാതെ VC തിരിച്ചെടുത്തു. ആരോട് വിശദീകരണം പോലും ചോദിച്ചില്ല. ഇതൊക്കെ ഡെയിലി കാണുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമമുള്ള കാര്യമാണ്. അത് എൻ്റെ വിഷമവും കൂടെ അറിയിക്കണമല്ലോ. ചാൻസലറിനെ ഒന്ന് അറിയിക്കണം. അല്ല, ഗവർണറെക്കാൾ ഉപരി അദ്ദേഹം യൂണിവേഴ്സിറ്റിയുടെ ചാൻസലറാണ്. അപ്പോൾ ഞാൻ അതും കൂടെ അറിയിക്കണം. പിന്നെ കേസ് ഒന്നുമില്ലാതെ ഇങ്ങനെ എഴഞ്ഞു പോകുന്ന പോലീസ് അന്വേഷണം മതിയാക്കി. CBI അന്വേഷണം ഇപ്പോൾ എവിടെ എത്തിയെന്നറിയില്ല. ആരും ഒരു വിശദീകരണവും തരുന്നില്ല. കുറേ പേര് ആൻറ്റി റാഗിങ് സ്ക്വാഡ് കൊടുത്തിട്ടുള്ള ഒരു ലിസ്റ്റ് ഉണ്ടായിരുന്നു 2 ദിവസം മുമ്പ്. അതിൽ യാതൊരു അന്വേഷണവും ഇല്ല, ഒന്നുമില്ല. എല്ലാവരും മിണ്ടാതിരിക്കുന്നു, ഒരു അന്വേഷണമില്ല. അപ്പം ഞാനും മിണ്ടാതിരുന്നാൽ ശരിയാവില്ലല്ലോ. സുർജിത്ത് അയ്യപ്പത്ത് വയനാട്ടിൽ നിന്നും MG പ്രതീഷ് തിരുവനന്തപുരത്ത് നിന്നും ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ആദ്യം സുർജിത്ത് അയ്യപ്പത്തിലേക്കാണ്. സുർജിത്ത്, ചാൻസലർ കൂടിയായ ഗവർണർ തന്നെ നിയോഗിച്ചതാണല്ലോ ഈ പുതിയ VCയെ. ഈ സസ്പെൻഷൻ നടപടി റദ്ദാക്കി അവരെ തിരിച്ചെടുക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് ഗവർണർ വിശദീകരണം ചോദിക്കുന്നു. ഈ നടപടിയാണോ രാജിക്ക് പിന്നിൽ, സുർജിത്ത്? ഉന്മേഷ്, ഈ വിഷയവുമായി ബന്ധപ്പെട്ട്, അതായത് സിദ്ധാർത്ഥന്റെ മരണത്തിന് ശേഷം വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ, ആക്ഷേപങ്ങൾ, പരാതികൾ, ഇതെല്ലാം തന്നെ ഇതിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് തലത്തിൽ നിൽക്കുന്ന വൈസ് ചാൻസലർ, അതോടൊപ്പം തന്നെ രജിസ്ട്രാർ, ഡീൻ എന്നിവർക്കെതിരെ ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ആക്ഷേപങ്ങൾ ഉയർന്നിരുന്നു. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് ശശീന്ദ്രനാഥ് എന്ന പഴയ VCയെ അദ്ദേഹത്തെ മാറ്റാനുള്ള നീക്കത്തിലേക്ക് ചാൻസലർ കൂടിയായ ഗവർണർ എത്തിയത്. ഇതിന് പകരം ചുമതല നൽകുകയായിരുന്നു ഡോക്ടർ PC ശശീന്ദ്രനെ. അദ്ദേഹം മുൻ അധ്യാപകനാണ്, റിട്ടയേർഡ് അധ്യാപകനാണ്. നേരത്തെ വെറ്റിനറി സർവകലാശാലയിൽ പ്രവർത്തിച്ച് അനുഭവ സമ്പത്തുള്ള ആളാണ് ശശീന്ദ്രൻ. സ്വാഭാവികമായും അദ്ദേഹത്തിന് ഇതിൻ്റെ ചുമതല നൽകുകയായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഇതിനിടയിൽ ആൻറ്റി റാഗിങ് സെൽ കൂടുകയും നടപടികളുമായി മുന്നോട്ട് പോവുകയും ചെയ്തു. ഈ ഒരു സാഹചര്യത്തിൽ വ്യത്യസ്തമായ രീതിയിലുള്ള നടപടികളാണ് ആൻറ്റി റാഗിങ് സെല്ലിൻ്റെ ഭാഗത്തുണ്ടായത്. പല വിദ്യാർത്ഥികൾക്കും പല രീതിയിൽ സസ്പെൻഷൻ, അതോടൊപ്പം തന്നെ സ്കോളർഷിപ്പ് റദ്ദാക്കൽ, ഇന്റേൺഷിപ്പ് റദ്ദാക്കൽ, അത്തരത്തിലുള്ള നടപടികളുമായി കർശനമായ രീതിയിലുള്ള നടപടികളാണ് ഈ വെറ്റിനറി വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം. ഈ സിദ്ധാർത്ഥനെ നേരെ അതിക്രമം നടത്തിയ എല്ലാവരും, ഒരാൾ പോലും രക്ഷപ്പെടാത്ത വിധത്തിൽ അത്തരത്തിൽ വളരെ കർശനമായ രീതിയിലുള്ള നടപടി എടുത്തിരുന്നു. മാത്രമല്ല, ഈ ഹോസ്റ്റലിലുണ്ടായിരുന്ന ചില വിദ്യാർത്ഥികൾക്കെതിരെയും നടപടി എടുത്തിരുന്നു. ആ നടപടി പൊതുവെ ഒരു ചെറിയ രീതിയിലുള്ള ശിക്ഷാ നടപടിയാണ്. അത് ഒരാഴ്ചത്തെ സസ്പെൻഷനാണ്. അത്തരത്തിൽ ഉൾപ്പെട്ട ഒരാഴ്ച സസ്പെൻഷൻ പരിധിയിൽ ഉൾപ്പെട്ടത് 33 വിദ്യാർത്ഥികളായിരുന്നു. അതിൽ 1ാം വർഷ വിദ്യാർത്ഥികളായിട്ടുള്ള 31 പേരും 2 സീനിയർ വിദ്യാർത്ഥികളും. ഇവരാരും തന്നെ ഈ കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത ആളുകളല്ല, സിദ്ധാർത്ഥനെ ആക്രമിച്ച ആളുകളല്ല എന്നുള്ള തരത്തിലുള്ള സ്ഥിരീകരണം സർവകലാശാല തലത്തിൽ നടത്തിയ അന്വേഷണത്തിൽ വ്യക്തമായതാണ്. പക്ഷേ ഇതിലെല്ലാം തന്നെ ഈ നടപടി റദ്ദാക്കണമെന്ന് ഗവർണർ ആവശ്യപ്പെട്ടു. മാത്രമല്ല, വലിയ രീതിയിലുള്ള രാഷ്ട്രീയ പ്രശ്നമാക്കി ഇത് മാറ്റാൻ ഉള്ള നീക്കവും ഉണ്ടായി. പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർ ഈ നടപടി അന്വേഷണത്തെ അട്ടിമറിക്കാനാണെന്നുൾപ്പെടെയുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചു. ഇതിന്റെ എല്ലാം തന്നെ അത്തരം വിമർശനങ്ങൾക്ക് പിന്നാലെയാണ് ഇപ്പോൾ VC രാജി നൽകിയിരിക്കുന്നത്. MG പ്രതീഷ് കൂടിയുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. പ്രതീഷ്, ഇപ്പോൾ ഗവർണറെ കണ്ടിരിക്കുകയാണ് JS സിദ്ധാർത്ഥന്റെ പിതാവ്. അദ്ദേഹം ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട വിമർശനം ഉന്നയിക്കുന്നുണ്ട്. അത് നേരത്തെ തന്നെ CBIക്ക് കൈമാറിയിരുന്നതാണല്ലോ പ്രതീഷ്. ഉന്മേഷ, സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് നേരത്തെയും ഗവർണർ കാര്യമായ ഇടപെടൽ നടത്തിയതാണ്. പക്ഷേ കുടുംബം ആരോപിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ മെല്ലെപ്പോക്ക് ഉണ്ടാകുന്നു എന്നതാണ്. സർക്കാർ CBI അന്വേഷണം പ്രഖ്യാപിച്ചെങ്കിലും അതിന്റെ തുടർ നടപടികൾ നീളുന്നു എന്നതാണ് കുടുംബം പറയുന്ന കാര്യം. ഈ CBI അന്വേഷണം പ്രഖ്യാപിച്ചതോടെ നിലവിലെ അന്വേഷണം നിലച്ച് ഇരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം CBI അന്വേഷണത്തിലേക്ക് കടക്കണമെന്നതാണ് കുടുംബത്തിന്റെ ആവശ്യം. മാത്രമല്ല, CBI അന്വേഷണവുമായി ബന്ധപ്പെട്ട് സർക്കാർ ഈ CBIക്ക് റഫർ ചെയ്തില്ല എന്നുള്ളൊരു ആരോപണം കുടുംബം ഉന്നയിക്കുന്നുണ്ട്. എന്നാൽ സർക്കാർ ഇത് പൂർണ്ണമായും തള്ളുന്നുണ്ട്. വിജ്ഞാപനം ഇറക്കിയ ശേഷം ഇക്കാര്യം CBIയെ അറിയിക്കുകയും CBIക്ക് അഡീഷണൽ ചീഫ് സെക്രട്ടറി തന്നെ കത്ത് നൽകിയിട്ടുമുണ്ട്. ഇനി മറ്റ് നടപടിക്രമങ്ങൾ, തുടർ നടപടികൾ അടക്കം സ്വീകരിക്കേണ്ടത് CBI ആണെന്നുള്ളൊരു വിശദീകരണമാണ് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. പക്ഷേ ഈ അന്വേഷണത്തിൽ മെല്ലെപ്പോക്ക് എന്നുള്ളൊരു ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് സിദ്ധാർത്ഥന്റെ പിതാവ് ജയപ്രകാശ് അല്പസമയം മുമ്പ് ഗവർണറെ കണ്ടത്. ഈ കുടുംബത്തിന്റെ ആശങ്ക അടക്കം ഗവർണറെ ധരിപ്പിച്ചിട്ടുണ്ട്. ഇതിൽ അനുകൂലമായൊരു നിലപാട് ഉണ്ടാകുമെന്ന് ഗവർണർ
ഗവർണർ ഉറപ്പ് നൽകിയെന്നും ജയപ്രകാശ് പ്രതികരിച്ചിട്ടുണ്ട്. ഉന്മേഷ്. ശരി, MG പ്രതീഷാണ് വിശദാംശങ്ങൾ നൽകിയത്. സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട CBI അന്വേഷണ ഉത്തരവ് കേന്ദ്ര സർക്കാരിന് അയച്ചത് ഈ മാസം 16-നാണ്. ഈ മാസം 9-നായിരുന്നു സിദ്ധാർത്ഥന്റെ പിതാവ് മുഖ്യമന്ത്രിയെ കണ്ടത്. അന്ന് തന്നെ സർക്കാർ വിജ്ഞാപനം പുറപ്പെടുവിച്ചിരുന്നു. ഉത്തരവുകളുടെ പകർപ്പ് 24-ന് ലഭിച്ചു. വിവരങ്ങളുമായി ദീപക് ധർമ്മടം ഇപ്പോൾ ചേരുന്നുണ്ട്. ദീപക്, ഈ ഉത്തരവിൽ നിന്ന് വ്യക്തമാകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഉന്മേഷ്, ഈ ഉത്തരവും അതുപോലെ തന്നെ ആഭ്യന്തര അഡീഷണൽ ചീഫ് സെക്രട്ടറി CBIക്ക് അയച്ച കത്തും ഈ രണ്ടിൻ്റെയും പകർപ്പാണ് ഇപ്പോൾ 24 പുറത്തുവിട്ടത്. ഇത് രണ്ടും വ്യക്തമാക്കുന്നത് വളരെ നേരത്തെ തന്നെ, അതായത് മുഖ്യമന്ത്രിയെ സിദ്ധാർത്ഥിൻ്റെ പിതാവ് കണ്ട ദിവസം തന്നെ വിജ്ഞാപനം ഇറക്കിയിരുന്നു എന്നുള്ളതാണ്. അതായത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ കേസ് CBIക്ക് വിടാൻ അനുകൂലമാണെന്ന് അന്ന് തന്നെ അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. പക്ഷേ എന്നാൽ ഇത് വൈകി എന്നുള്ളതായിരുന്നു രാഷ്ട്രീയ ആരോപണം. എന്നാൽ ഈ കണ്ട 9-ാം തീയതി തന്നെ വിജ്ഞാപനം ഇറക്കിയിരുന്നു. ആ വിജ്ഞാപനത്തിൻ്റെ പകർപ്പാണ് ഇപ്പോൾ 24-ന്റെ സ്ക്രീനിൽ കാണാൻ കഴിയുന്നത്. മറ്റൊന്ന്, ഈ 9-ാം തീയതി ഇറക്കിയ വിജ്ഞാപനം 16-ാം തീയതി ആഭ്യന്തര അഡീഷണൽ ചീഫ് സെക്രട്ടറി ഈ ഹെഡ് ഓഫ് ക്രൈം ബ്രാഞ്ചിന് ഔദ്യോഗികമായ കത്തായി അയച്ചു കൊടുത്തിരിക്കുന്നു. ആ കത്തിൽ വളരെ കൃത്യമായി പറയുന്നു, അതിൻ്റെ സബ്ജക്റ്റിൽ തന്നെ ഹോം ഡിപ്പാർട്ട്മെന്റ് CBI എൻക്വയറി ഓൺ ക്രൈം നമ്പർ 77/2024 വൈത്തിരി PS, അതായത് വൈത്തിരി പോലീസ് സ്റ്റേഷൻ രജിസ്റ്റർ ചെയ്ത ഈ ക്രൈം നമ്പർ 77 പ്രകാരമുള്ള കേസ്, അതായത് സിദ്ധാർത്ഥിന്റെ മരണമായിരുന്നു ആ കേസിന് ആസ്പദമായ സംഭവം. അതിൽ സംസ്ഥാന പോലീസിന്റെ അന്വേഷണം കേന്ദ്ര പോലീസ് CBI ഏറ്റെടുക്കണം എന്ന് കൃത്യമായി കത്തിൽ പറയുന്നുണ്ട്. ഇനി എന്തെങ്കിലും ചെയ്യേണ്ടത് CBI ആണെന്ന് വ്യക്തമാണ്. ഉന്മേഷ്. ശരി, ദീപക് ധർമ്മടമാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇനി ലോക്സഭാ തെരഞ്ഞെടുപ്പ് വാർത്തകൾ. ICL FinCorp 24 ഇലക്ഷൻ സമർപ്പിക്കുന്നത് ICL FinCorp, the intelligent choice. Powered by Asset, responsibly yours. in association with Durashine Roof and Wall Sheets, ഒരു Tata BlueScope സ്റ്റീൽ ഉൽപ്പന്നം. തെരഞ്ഞെടുപ്പ് പ്രചാരണം ചൂടുപിടിച്ചിരിക്കുന്നു. കൂടുതൽ പരാതികളും ഉയരുന്നു. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ചെന്നാരോപിച്ച് തൃശൂരിലെ LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാറിനെതിരെ വീണ്ടും പരാതി. പ്രചാരണ ബോർഡിൽ മതചിഹ്നം ഉപയോഗിച്ചുവെന്നാണ് പരാതി. KPCC വർക്കിംഗ് പ്രസിഡന്റ് TN പ്രതാപൻ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് പരാതി നൽകി. സൂരജ് സജി തൃശൂരിൽ നിന്ന്. സൂരജ്, ഒരു പരാതി, അതിന്റെ പേരിൽ കമ്മീഷന്റെ നടപടി വന്നതാണ്. ഇപ്പോൾ അടുത്തൊരു പരാതി കൂടി. എന്താണ് ഇപ്പോഴത്തെ പരാതിയിൽ പറയുന്നത് സൂരജ്? ഉന്മേഷ്, ഈ തൃശ്ശൂരിലെ ഇടതു സ്ഥാനാർത്ഥി VS സുനിൽകുമാറിനെ പ്രതിരോധത്തിലാക്കിക്കൊണ്ട് വീണ്ടും ഒരു പരാതി കൂടി രംഗത്തെത്തിയിരിക്കുകയാണ്. അതായത് TN പ്രതാപനാണ് ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത്. അതിൽ പ്രധാനമായും ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ഈ തൃപ്രയാർ ക്ഷേത്രത്തിലെ ഉത്സവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്ഥാപിച്ച ഈ ഫ്ലെക്സ് ബോർഡ് അത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ചുള്ളതാണ് എന്നാണ് ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. അതിൽ ഈ ക്ഷേത്രത്തിന്റെ ചിത്രവും അതുപോലെ തന്നെ ഈ തേവരുടെ ചിത്രമെല്ലാം ഉപയോഗിച്ച അത്തരത്തിൽ മതചിഹ്നം ഉപയോഗിച്ചുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണമാണെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ KPCC വർക്കിംഗ് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള TN പ്രതാപൻ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിരിക്കുന്നത്. ഇതിൽ ഈ ചിത്രം ഉപയോഗിച്ചതിൽ കർശന നടപടി ഉണ്ടാകണമെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ ചിത്രം ഉൾപ്പെടെ പരാതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പരാതിയാണ് സമർപ്പിച്ചിരിക്കുന്നത്. നേരത്തെയും VS സുനിൽകുമാറിനെതിരെ തെരഞ്ഞെടുപ്പ് ചട്ടലംഘനത്തിന് പരാതി ഉയർന്നിരുന്നതാണ്. അന്ന് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ബ്രാൻഡ് അംബാസഡർ ആയിട്ടുള്ള ടൊവിനോയുടെ ചിത്രം ഉപയോഗിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയ പ്രചാരണം നടത്തിയതിന് NDA ആയിരുന്നു പരാതി നൽകിയത്. ആ പരാതിയിൽ ഇനി ചിത്രം ഉപയോഗിക്കരുതെന്ന കർശന താക്കീത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയതുമാണ്. ഇതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും ഈ ക്ഷേത്രത്തിന്റെ ചിത്രം ഉപയോഗിച്ച് സംബന്ധിച്ച് ഒരു പരാതി കൂടി വന്നിരിക്കുന്നത്. എന്തായാലും ഇലക്ഷൻ കമ്മീഷന് പരാതി സമർപ്പിച്ചിരിക്കുന്നു. വരും ദിവസങ്ങളിൽ ഇതിൽ തുടർ നടപടികൾ ഉണ്ടാകുമോ എന്നതാണ് കാത്തിരിക്കുന്നത്. ശരി സൂരജ് സജിയാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇന്ന് തെരഞ്ഞെടുപ്പ് രംഗത്തുണ്ടായ മറ്റൊരു ശ്രദ്ധേയമായ പ്രഖ്യാപനമുണ്ട്. കോൺഗ്രസിന്റെ 6ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക. അമേഠി, റായ്ബറേലി മണ്ഡലങ്ങളിലെ പ്രഖ്യാപനം പക്ഷേ ഉണ്ടായിട്ടില്ല. രാജസ്ഥാൻ, തമിഴ്നാട് സംസ്ഥാനങ്ങളിലെ 5 സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെയാണ് ഇന്ന് കോൺഗ്രസ് പ്രഖ്യാപിച്ചത്. 6ാം പട്ടികയിലും അമേഠിയും റായ്ബറേലിയും ഒഴിച്ചിട്ടതോടെ ഇവിടെ ആരെത്തുമെന്ന ആശയക്കുഴപ്പത്തിലാണ് കോൺഗ്രസ്. നെഹ്റു കുടുംബത്തിന്റെ പരമ്പരാഗത മണ്ഡലം ഉപേക്ഷിച്ചാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടാകുമെന്ന ഒരു വിഭാഗം നേതൃത്വത്തിന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. BJP വിട്ടുവന്ന പ്രഹ്ലാദ് ഗുഞ്ചാൽ രാജസ്ഥാനിലെ കോട്ടയിൽ സ്ഥാനാർത്ഥിയാകും. അതിനിടെ കോൺഗ്രസിൽ നിന്നുള്ള കൊഴിഞ്ഞുപോക്ക് തുടരുന്നു. അസമിൽ നവോബോയിച്ച MLA ഭരത് നാരഹാണ് ഒടുവിൽ പാർട്ടി വിട്ടത്. വിവരങ്ങളുമായി നിതിൻ അംബുജൻ ചേരുന്നുണ്ട്. നിതിൻ, ഈ അമേഠി, റായ്ബറേലി എന്തുകൊണ്ട് പ്രഖ്യാപനം ഉണ്ടാകുന്നില്ല രണ്ടിടത്തും? നിതിൻ.
ഉന്മേഷ്, കാലങ്ങളായി നെഹ്റു കുടുംബം മത്സരിച്ചിരുന്ന അമേഠി അതോടൊപ്പം തന്നെ റായ്ബറേലി ഈ രണ്ട് മണ്ഡലങ്ങൾ ഇപ്പോൾ ഈ ആറാം ഘട്ട പട്ടികയിലും ഈ പ്രഖ്യാപനത്തെ കടന്നില്ല എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. കാരണം കഴിഞ്ഞ ഏതാനും നാളുകളെ വലിയ ആകാംക്ഷയിലായിരുന്നു കോൺഗ്രസ് പ്രവർത്തകരും അതോടൊപ്പം തന്നെ ഒരു വിഭാഗം നേതാക്കളും ഉള്ളത്. വയനാട് കൂടാതെ രാഹുൽ ഗാന്ധി അമേഠിയിലും മത്സരിക്കുമോ എന്നൊരു ആകാംക്ഷ എന്തായാലും ഈ കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ ഇപ്പോൾ ഉണ്ട്. ഒരു വിഭാഗം സംസ്ഥാനത്തെ നേതാക്കളടക്കം ആവശ്യപ്പെട്ടത് രാഹുൽ ഗാന്ധി അമേഠിയിലും മത്സരിക്കണമെന്നുള്ളതാണ്. എന്തായാലും ഈ ആറാം ഘട്ട പട്ടികയിലും അത്തരമൊരു പേരുകളില്ല. അതോടൊപ്പം റായ്ബറിയിലെ പേരും ഉണ്ടായിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ്. വൈകാതെ തന്നെ ഒരുപക്ഷെ അടുത്ത സ്ഥാനാർത്ഥി പട്ടികയിൽ ഇരു മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ ഉൾപ്പെടുത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ന് ആറാം ഘട്ട പട്ടിക ഇതുവരെ പ്രഖ്യാപിച്ചതോടെ തന്നെ 190 സ്ഥാനാർത്ഥികളാണ് കോൺഗ്രസ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിൽ ഇന്ന് 5 മണ്ഡലങ്ങൾ, അത് രാജസ്ഥാനിലെ കോട്ട, അജ്മീർ, അതോടൊപ്പം ബിൽവാഡ കൂടാതെ രാജ്സമന്ദ് എന്നീ മണ്ഡലങ്ങളും തമിഴ്നാട്ടിലെ തിരുനെൽവേലിയുമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിൽ രാജസ്ഥാനിലെ കോട്ടയിൽ സ്പീക്കർ ഓം ബിർളയ്ക്കെതിരെയാണ് പ്രഹ്ലാദ് ഗുർജാൽ മത്സരിക്കുന്നത്. നേരത്തെ BJP നേതാവായിരുന്നു. ഈ അടുത്തിടെയാണ് അദ്ദേഹം കോൺഗ്രസിലേക്ക് പ്രവേശിച്ചത്. എന്തായാലും വേഗത്തിൽ തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർത്തിയാക്കി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ കോൺഗ്രസ് കടക്കുമ്പോൾ സ്റ്റാർ മണ്ഡലങ്ങൾ ഇപ്പോഴും ഒഴിച്ചിട്ടിരിക്കുന്നു എന്നുള്ളത് വലിയ അനിശ്ചിതത്വം തന്നെ തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും ചർച്ചകൾ വേഗത്തിൽ പൂർത്തിയാക്കി സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്ക് ഒരുപക്ഷെ അടുത്ത ഘട്ടത്തിൽ കടക്കാനാണ് സാധ്യത. ശരി നിതിൻ അംബുജനാണ് വിവരങ്ങൾ നൽകിയത്. ഇന്നത്തെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, അരവിന്ദ് കെജ്രിവാൾ ഇപ്പോഴും EDയുടെ കസ്റ്റഡിയിലാണ്. ഡൽഹി മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണത്തോട് സഹകരിക്കുന്നില്ല അദ്ദേഹമെന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വ്യക്തമാക്കിയത്. മദ്യനയ രൂപീകരണ സമയത്ത് ഉപയോഗിച്ചിരുന്ന മൊബൈൽ ഫോൺ എവിടെ എന്ന EDയുടെ ചോദ്യത്തോട് മറന്നുപോയി എന്ന മറുപടിയാണ് കെജ്രിവാൾ നൽകിയത്. കസ്റ്റഡിയിലിരിക്കെ കെജ്രിവാൾ ഇറക്കിയ ഉത്തരവിലും ED അന്വേഷണമുണ്ട്. കെജ്രിവാളിന്റെ അറസ്റ്റിൽ സമൂഹ മാധ്യമങ്ങളിൽ ആം ആദ്മി പാർട്ടി പിന്തുണ തേടി. അതേസമയം കേന്ദ്ര ഏജൻസികളുടെ ദുരുപയോഗം തടയണമെന്ന പ്രതിപക്ഷ പരാതിയിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെടാൻ ഒരുങ്ങുകയാണ്. വിവരങ്ങളുമായി അച്യുതൻ ചേരുന്നുണ്ട്. അച്യുതൻ, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രതിപക്ഷ പാർട്ടികളുടെ പരാതിയിൽ ഇടപെടാൻ ഒരുങ്ങുന്നു, മാർഗനിർദ്ദേശം ഇറക്കാൻ പോകുന്നു എന്നത് പ്രധാനപ്പെട്ടതാണല്ലോ. തീർച്ചയായിട്ടും ഉന്മേഷ, എന്തായാലും കേജ്രിവാളിന്റെ കാര്യത്തിൽ അത് കൂടുതൽ ED നടപടികൾ ശക്തമാക്കുകയാണ്. കാരണം അദ്ദേഹം ഈ ചോദ്യം ചെയ്യലിനോട് സഹകരിക്കുന്നില്ല എന്നുള്ളതാണ് ED ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതിന് കൃത്യമായ മറുപടി കേജ്രിവാൾ നൽകുന്നില്ല. എന്തായാലും ഈ വരുന്ന 28-ാം തീയതിയാണ് EDയുടെ കസ്റ്റഡി കാലാവധി പൂർത്തിയാകുന്നത്. ആ സമയത്ത് കൂടുതൽ ദിവസത്തേക്ക് കൂടി ED കസ്റ്റഡിയിൽ ആവശ്യപ്പെടും. ആ സമയത്ത് കോടതിയിൽ ഉന്നയിക്കാൻ പോകുന്നതും ഇതേ കാര്യമായിരിക്കും. എന്തായാലും നടപടി ശക്തമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാനാണ് ED ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. മറ്റൊന്ന്, ഈ കേജ്രിവാൾ കസ്റ്റഡിയിൽ തുടരുന്ന കേജ്രിവാൾ ഉത്തരവ് നൽകിയതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ദുരൂഹതകൾ ഏറുകയാണ്. അതിഷി ഇന്നലെ വാർത്താ സമ്മേളനത്തിലായിരുന്നു ഈ ഉത്തരവ് വായിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട BJP ഇപ്പോൾ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. അതായത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ആരാണ് ഉപയോഗിക്കുന്നത്, അത് ദുരുപയോഗം ചെയ്യപ്പെടുന്നു എന്നുള്ള ആരോപണമാണ് BJP ഉന്നയിക്കുന്നത്. മാത്രമല്ല ഇതിൽ EDയും ഒരു അന്വേഷണം ആരംഭിച്ചതായാണ് അറിയുവാൻ കഴിയുന്ന സൂചന. അത് മന്ത്രി അതിഷിയെ കേന്ദ്രീകരിച്ചാണ് അത്തരമൊരു അന്വേഷണം നടക്കുന്നതായുള്ള സൂചനകൾ ലഭിക്കുന്നത്. നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വസതിയിലേക്ക് കൂടി ആം ആദ്മി പാർട്ടി പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുന്നുണ്ട്. എന്തായാലും വരുന്ന ദിവസങ്ങളിലെല്ലാം തന്നെ കേജ്രിവാളിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട പ്രതിഷേധം ശക്തമാക്കാനാണ് ആം ആദ്മി പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത്. അത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കണക്കിലെടുത്തുകൂടിയാണ് ആ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. എന്നാൽ BJP ആകട്ടെ ഈ അഴിമതി സർക്കാരാണ് ഡൽഹി ഭരിക്കുന്നത് എന്ന പ്രചരണം ഉയർത്തി കേജ്രിവാളിന്റെ കോലം കത്തിച്ചുള്ള പ്രതിഷേധമാണ് നിലവിൽ നടത്തുന്നത്. ഇതിനിടയിൽ കൂടിയാണ് ആം ആദ്മി കേജ്രിവാളിന് പിന്തുണ അറിയിക്കുവാനായി ഒരു വെബ്സൈറ്റ് കൂടി ഇപ്പോൾ തയ്യാറാക്കിയിരിക്കുന്നത്. ഇത് ജനാധിപത്യ സംരക്ഷണത്തിന്റെ ഭാഗമായി കൂടിയാണ് ഇത്തരമൊരു നീക്കമെന്നാണ് ആം ആദ്മി പാർട്ടി അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ED ഒരു പക്ഷത്ത് കേജ്രിവാളിനെതിരെ പിടിമുറക്കുമ്പോൾ അതിനെതിരെ പാർട്ടി വലിയ രീതിയിലുള്ള പ്രതിരോധമാണ് തീർക്കുന്നത്. അച്യുതനാണ് വിവരങ്ങൾ നൽകിയത്. അതിനിടെ പ്രതിപക്ഷ പാർട്ടികൾ നൽകിയ പരാതിയിൽ മാർഗനിർദ്ദേശം നൽകാനൊരുങ്ങുകയാണ് കേന്ദ്ര സർക്കാരിനും അന്വേഷണ ഏജൻസികൾക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നതും പ്രധാനപ്പെട്ട വാർത്തയായി ഇന്ന് പുറത്തുവരികയുണ്ടായി. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. ഇന്ന് സംഭവിച്ചതിലേക്ക് തിരികെ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ മത്സ്യ കണ്ടെയ്നർ വഴി പണം കടത്തി എന്ന ആരോപണത്തിൽ വിജിലൻസ് അന്വേഷണം വേണമെന്ന ഹർജി തിരുവനന്തപുരം വിജിലൻസ് കോടതി ഫയലിൽ സ്വീകരിച്ചു. കേസ് നാളെ തുറന്ന കോടതിയിൽ പരിഗണിക്കും. അന്വേഷണം ആവശ്യപ്പെട്ട് പൊതുപ്രവർത്തകനായ AH ഹഫീസാണ് ഹർജി നൽകിയത്. AV ജയശങ്കർ തിരുവനന്തപുരത്ത് നിന്ന്. ജയശങ്കർ, വിവരങ്ങൾ.
അതായത് കേരളയിൽ അട്ടിമറിക്കുന്നതിനായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ 150 കോടി രൂപ കോഴ വാങ്ങിയെന്നായിരുന്നു PV അൻവർ MLA നിയമസഭയിൽ ആരോപണം. ഇതുമായി ബന്ധപ്പെട്ട ഹർജിയാണ് നിലവിൽ വിജിലൻസ് കോടതി ഫയലിൽ സ്വീകരിച്ചത്. H. ഹഫീസാണ് ഇതുമായി ബന്ധപ്പെട്ട ഹർജിയുമായി കോടതിയെ സമീപിച്ചത്. ഈ ഹർജിയാണ് ഇന്ന് കോടതി ഫയലിൽ സ്വീകരിച്ചത്. നാളെ തുറന്ന കോടതിയിൽ ഈ കേസ് വീണ്ടും തിരുവനന്തപുരം വിജിലൻസ് കോടതി കേൾക്കും. അതിനുശേഷമായിരിക്കും ഈ വിഷയവുമായി ബന്ധപ്പെട്ട കോടതിയുടെ തുടർ നീക്കങ്ങൾ ഉണ്ടാവുക. ഇത് വിജിലൻസ് അന്വേഷണത്തിനായി വിടണോ വേണ്ടയോ എന്ന കാര്യം കോടതിയായിരിക്കും തീരുമാനമെടുക്കുക. കോടതി ഇത് AV ജയശങ്കറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. പാലക്കാട് കാട്ടുശ്ശേരി വേലയോടനുബന്ധിച്ചുള്ള വെടിക്കെട്ടിന് അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് അനുമതി നിഷേധിച്ചു. വെടിക്കെട്ട് ഉപകരണങ്ങൾ സൂക്ഷിക്കാനുള്ള സംഭരണശാല ക്രമീകരിച്ചിട്ടില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് നടപടി. ഉപകരണങ്ങളുടെ കെമിക്കൽ ലബോറട്ടറി പരിശോധന നടത്തിയിട്ടില്ലെന്നും 2 മാസം മുൻപ് അപേക്ഷ നൽകണമെന്ന വ്യവസ്ഥ ലംഘിച്ചുവെന്നും ഉത്തരവിൽ പറയുന്നുണ്ട്. നിഖിൽ പ്രമേഷ് പാലക്കാട് നിന്ന്. നിഖിൽ, വിവരങ്ങൾ. ഉന്മേഷ്, മാർച്ച് 26, 27 തീയതികളിലാണ് കാട്ടുശ്ശേരി വെടിക്കെട്ട് നടക്കേണ്ടത്. ഈ വേലയോടനുബന്ധിച്ചുള്ള വെടിക്കെട്ടിനാണ് ഇപ്പോൾ അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് അനുമതി നിഷേധിക്കുന്ന സാഹചര്യം ഉണ്ടായത്. വെടിക്കെട്ട് ഉപകരണങ്ങൾ സൂക്ഷിക്കാനുള്ള സംഭരണശാല ക്രമീകരിച്ചിട്ടില്ലെന്ന കാരണം ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ നടപടി. അനുമതിയും അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ട റിസ്ക് അസസ്മെന്റ് പ്ലാനും വേല കമ്മിറ്റി ഹാജരാക്കിയില്ല എന്നുള്ളതാണ് ഇതിന് കാരണമായി പറയുന്നത്. അതോടൊപ്പം തന്നെ ഉപകരണങ്ങളുടെ കെമിക്കൽ ലബോറട്ടറി പരിശോധന നടത്തിയിട്ടില്ലെന്നും 2 മാസം മുൻപ് അപേക്ഷ നൽകണമെന്ന വ്യവസ്ഥ ലംഘിച്ചുവെന്നും ADM നൽകിയിട്ടുള്ള ഈ ഉത്തരവിൽ പറയുന്നുണ്ട്. സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള വലിയ വെടിക്കെട്ടുകൾക്ക് 2 മാസം മുൻപ്, ഏതാണ്ട് 60 ദിവസം മുൻപ് അപേക്ഷ സമർപ്പിക്കേണ്ട സാഹചര്യമുണ്ട്. അതുണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്ന കാരണം. നേരത്തെ നെന്മാറ വേലയുടെ വെടിക്കെട്ടിനും സമാനമായ രീതിയിൽ അനുമതി നിഷേധിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ശരി, നിഖിൽ പ്രമേഷാണ് വിവരങ്ങൾ നൽകിയത്. വിമർശനം തുടർന്ന് മുഖ്യമന്ത്രി. ഭരണഘടനാ സംരക്ഷണ റാലിയിൽ RSSനെ രൂക്ഷമായി വിമർശിച്ച് മുഖ്യമന്ത്രി. അസീമുള്ള ഖാനാണ് ഭാരത് മാതാ കി ജയ് എന്ന മുദ്രാവാക്യം ഉണ്ടാക്കിയതെന്ന് RSS ഓർക്കണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഒരു മുസ്ലിം ഉണ്ടാക്കിയതുകൊണ്ട് ആ മുദ്രാവാക്യം വേണ്ടെന്ന് വയ്ക്കുമോ എന്നും മുഖ്യമന്ത്രിയുടെ ചോദ്യം. പ്രസംഗത്തിനെതിരെ BJP കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. മലപ്പുറത്ത് നടന്ന ഭരണഘടനാ സംരക്ഷണ റാലിയിൽ RSSനെ കടുത്ത ഭാഷയിലാണ് വിമർശിച്ചത്. ഇസ്ലാം മത വിശ്വാസിയായ അസീമുള്ള ഖാനാണ് ഭാരത് മാതാ കി ജയ് ഉണ്ടാക്കിയത്. ഒരു മുസ്ലിമിന്റെ സംഭാവനയായതിനാൽ ഈ മുദ്രാവാക്യങ്ങൾ വേണ്ടെന്ന് വെക്കുമോ എന്ന് മുഖ്യമന്ത്രി. അസീമുള്ള ഖാൻ അദ്ദേഹമാണ് ഭാരത് മാതാ കി ജയ് എന്ന മുദ്രാവാക്യം ആവിഷ്കരിച്ചത്. നാളെ ഭാരത് മാതാ കി ജയ് എന്ന് വിളിക്കേണ്ടതെന്ന് അവർ വെക്കുമെന്നറിയില്ല. പൗരത്വ ഭേദഗതി നിയമം ചട്ടങ്ങൾ വന്നപ്പോൾ പ്രതികരണം ചോദിച്ച മാധ്യമപ്രവർത്തകരോട് കോൺഗ്രസ് അധ്യക്ഷൻ ഖാർഗെയും സംഘടനാ സെക്രട്ടറി KC വേണുഗോപാലും ആലോചിക്കട്ടെ എന്ന് പറഞ്ഞ് ചിരിക്കുകയായിരുന്നു. നേതാക്കളുടെ ഈ ചിരി തീ തിന്നുന്ന കോടിക്കണക്കിന് ആളുകളെ നോക്കിയാണെന്ന് വിമർശനം. വേണുഗോപാൽ അദ്ദേഹം ചിരിക്കുന്നു, ഖാർഗെയും ചിരിക്കുന്നു. ഈ രാജ്യത്തിന് മുന്നിലാണല്ലോ ആ ചിരി. എപ്പോഴാണ് കോടാനുകോടി ജനങ്ങൾ മനസ്സിൽ തീ തിന്നുന്ന ഘട്ടം. പൗരത്വ ഭേദഗതി നിയമത്തിൽ ദേശീയ തലത്തിൽ കോൺഗ്രസിന് നിലപാടില്ല. വിഷയത്തിൽ രാഹുൽ ഗാന്ധിയും മിണ്ടിയില്ല. പാർലമെന്റിൽ ചർച്ച നടന്നപ്പോൾ കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് MPമാർ മൂലയ്ക്കിരിക്കുകയായിരുന്നുവെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. ചടങ്ങിൽ മതസാമുദായിക സംഘടനകളുടെ പ്രതിനിധികൾ, സാംസ്കാരിക പ്രവർത്തകർ, വയനാട്, മലപ്പുറം, പൊന്നാനി മണ്ഡലങ്ങളിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു. മുസ്ലിം സമുദായത്തിനിടയിൽ ഭയവും വെറുപ്പും ഉണ്ടാക്കുന്ന തരത്തിൽ മുഖ്യമന്ത്രി പ്രസംഗിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടി BJP സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം KK സുരേന്ദ്രൻ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ നിന്ന് വിലക്കണമെന്നാണ് ആവശ്യം. 24 മലപ്പുറം. കണ്ണൂരിൽ മുലപ്പാൽ തൊണ്ടയിൽ കുടുങ്ങി 5 മാസം പ്രായമുള്ള കുട്ടിക്ക് ദാരുണാന്ത്യം. തലശ്ശേരി സ്വദേശി അനൂപ് നിഷ ദമ്പതികളുടെ മകൾ യാഷികയാണ് മരിച്ചത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി സജോ ദേവസി ഇപ്പോൾ ചേരുന്നുണ്ട്. കണ്ണൂരിൽ നിന്ന് സജോ, വേദനിപ്പിക്കുന്ന വാർത്തയാണ്, വിവരങ്ങൾ എന്തൊക്കെ? ഉന്മേഷ്, അത്യന്തം ദാരുണമായ സംഭവമാണ്. ഇന്ന് വൈകിട്ടോടുകൂടിയാണ് ഈ കുരുന്നിന്റെ തൊണ്ടയിൽ മുലപ്പാൽ കുരുങ്ങിയത്. തലശ്ശേരി എരഞ്ഞോളി ചുങ്കത്തെ സുദീപത്തിൽ അനൂപ് നിഷ ദമ്പതികളുടെ മകൾ യാഷികയാണ് മരിച്ചത്. വളരെ പെട്ടെന്ന് തന്നെ സമീപത്തെ ആശുപത്രിയിലേക്ക് എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. സമാനമായ പല സംഭവങ്ങളുമുണ്ട്. അത്തരം സംഭവങ്ങൾ ആവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. അബദ്ധത്തിൽ ഈ സംഭവം ഉണ്ടായി. തൊട്ടു പിന്നാലെ തന്നെ ആശുപത്രിയിലേക്ക് കുഞ്ഞിനെ കൊണ്ടുപോവുകയായിരുന്നു. പക്ഷെ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴും തന്നെ ജീവൻ നഷ്ടമായിരുന്നു. ദാരുണമായ സംഭവം. സജോ ദേവസ്യ, കണ്ണൂരിൽ നിന്ന്.
ഹർഷിന വീണ്ടും സർക്കാരിനെതിരെ വിമർശനം ഉന്നയിക്കുന്നത് നമ്മൾ ഇന്ന് കേട്ടു. പ്രസവ ശസ്ത്രക്രിയയ്ക്കിടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ സംഭവത്തിൽ ആരോഗ്യവകുപ്പിനെതിരെ വീണ്ടും ആരോപണവുമായി ഹർഷിന. കൂടെ ഉണ്ടെന്ന് പറയുന്നതല്ലാതെ ഒന്നും ചെയ്യുന്നില്ല. തുടർ ചികിത്സ സൗജന്യമാക്കാൻ ആരോഗ്യവകുപ്പിന്റെ ഇടപെടൽ വേണമെന്നും ഹർഷിന ആവശ്യപ്പെട്ടു. വയറുവേദനയെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സ തേടിയതിന് പിന്നാലെയാണ് ഹർഷിന 24-നോട് പ്രതികരിച്ചത്. കടുത്ത വയറുവേദനയെ തുടർന്നാണ് ഹർഷിന ഇന്നലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയത്. CT സ്കാൻ ഉൾപ്പെടെ നിരവധി പരിശോധനകൾ നടത്തി. വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കുടുംബം കടന്നുപോകുന്ന സാഹചര്യത്തിലാണ് തുടർ ചികിത്സ സൗജന്യമാക്കണമെന്ന ഹർഷിനയുടെ ആവശ്യം. എനിക്ക് ആരോഗ്യത്തോടെ ജീവിക്കണം. ആ ഒരു തുടർ ചികിത്സക്ക് ഞാൻ അത്രയും വേദന സഹിച്ചുള്ള ആരോഗ്യം നഷ്ടപ്പെട്ടു പോവുക. കാരണം എനിക്ക് വേദന വരുമ്പോഴേ ഹോസ്പിറ്റലിലേക്ക് പോകാൻ പറ്റിയൊരു സാമ്പത്തികാവസ്ഥ അല്ല സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ മാക്സിമം സഹിച്ചിട്ട് ഒരു വിധത്തിലും പറ്റാതെ നിൽക്കുമ്പോൾ മാത്രമേ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോകുന്നുള്ളൂ. അപ്പോൾ ആ ഒരു തുടർ ചികിത്സക്ക് എനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് എന്ത് പ്രശ്നങ്ങൾ വരുന്നുണ്ടെങ്കിലോ ആ ഒരു ചികിത്സ സൗജന്യമായിട്ട് ഗവൺമെൻറ് നമുക്ക് അനുവദിച്ചു തരണം എന്ന് തന്നെയാണ് പറയാനുള്ളത്. ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തു നിന്നുള്ള അതിനൊരു നീക്കം ഉണ്ടാവണം എന്നുള്ളതാണ്. പോലീസിൽ നിന്ന് തനിക്ക് നീതി ലഭിച്ചു. അടുത്ത മാസം വിചാരണ ആരംഭിക്കും. പക്ഷേ ആരോഗ്യവകുപ്പ് തന്നെ മറന്നു. നഷ്ടപരിഹാരത്തിന്റെ കാര്യം പോലും സംസാരിക്കുന്നില്ല. താൻ അനുഭവിച്ച ശാരീരിക വേദനയേക്കാൾ വലുതാണ് ആരോഗ്യവകുപ്പിന്റെ അവഗണനയെ തുടർന്നുള്ള ഇപ്പോഴത്തെ മാനസിക വിഷമമെന്നും ഹർഷിന പറഞ്ഞു. മിഥില ബാലൻ, 24 കോഴിക്കോട്. കിഴക്കമ്പലത്ത് 2020 മെഡിക്കൽ സ്റ്റോർ അടച്ചുപൂട്ടാൻ നിർദ്ദേശം നൽകി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതിന് ശേഷമാണ് മെഡിക്കൽ സ്റ്റോർ ഉദ്ഘാടനം നടത്തിയത് എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. തെരഞ്ഞെടുപ്പിൽ രക്ഷിതാക്കൾ വോട്ട് ചെയ്യുമെന്ന് വിദ്യാർത്ഥികളിൽ നിന്ന് സത്യവാങ്മൂലം എഴുതി വാങ്ങുന്നത് നിർത്തിവെക്കാൻ കാസർഗോഡ് ജില്ലാ കളക്ടറും നിർദ്ദേശം നൽകി. ഈ മാസം 21-നായിരുന്നു 2020 ചീഫ് കോർഡിനേറ്റർ സാബു എം ജേക്കബ് കിഴക്കമ്പലം ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റിനോട് ചേർന്ന് മെഡിക്കൽ സ്റ്റോർ ഉദ്ഘാടനം ചെയ്തത്. 80% വിലക്കുറവിൽ മരുന്നുകൾ നൽകുമെന്നായിരുന്നു വാഗ്ദാനം. പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതിന് ശേഷമാണ് മെഡിക്കൽ സ്റ്റോറിന്റെ ഉദ്ഘാടനമെന്ന് ചൂണ്ടിക്കാട്ടി കിഴക്കമ്പലത്തെ പ്രദേശവാസികളിൽ ചിലരാണ് പരാതി നൽകിയത്. ജില്ലാ കളക്ടറുടെ പരിശോധനയിൽ 2020 ചിഹ്നം ബില്ലിലും മെഡിക്കൽ സ്റ്റോർ ഉൾപ്പെട്ട ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റിലും ഉപയോഗിച്ചിരുന്നതായി കണ്ടെത്തി. തുടർന്ന് മെഡിക്കൽ സ്റ്റോർ അടച്ചുപൂട്ടാൻ കളക്ടർ NSK ഉമേഷ് നിർദ്ദേശം നൽകി. ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട എല്ലാ വീഡിയോയും പോസ്റ്ററുകളും സമൂഹമാധ്യമങ്ങളിൽ നിന്നടക്കം പിൻവലിക്കാനും ഉത്തരവുണ്ട്. കാസർഗോഡ് വിദ്യാർത്ഥികളിൽ നിന്ന് തെരഞ്ഞെടുപ്പ് സത്യവാങ്മൂലം എഴുതി വാങ്ങുന്നത് നിർത്തിവെക്കാൻ ജില്ലാ കളക്ടറും നിർദ്ദേശം നൽകി. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി രക്ഷിതാവ് വോട്ട് ചെയ്യുമെന്ന് ഉറപ്പുവരുത്താൻ സ്കൂളിൽ വിദ്യാർത്ഥികളെക്കൊണ്ട് സത്യവാങ്മൂലം എഴുതി വാങ്ങുന്ന ബോധവൽക്കരണ പരിപാടി വിവാദമായതോടെയാണ് നിർത്തിവെക്കാൻ സ്വീപ് നോഡൽ ഓഫീസർക്ക് ജില്ലാ കളക്ടർ K ഇമ്പശേഖരൻ നിർദ്ദേശം നൽകിയത്. 24 കൊച്ചി. ഇന്ന് സംഭവിച്ചത് പൂർത്തിയാകുന്നു. ഇനി ഇലക്ഷൻ സ്റ്റണ്ടാണ്. S വിജയകുമാർ ചേരും.